മുടികൊഴിച്ചിലിനെ പ്രതിരോധിക്കാൻ മരുന്നുകളോ അല്ലെങ്കിൽ പ്രത്യേകം ഓയിലുകളോ ഉപയോഗിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ എളുപ്പത്തിൽ ഫലമുണ്ടാകുമെന്ന മോഹിപ്പിക്കുന്ന ടാഗ് ലൈനുകളിൽ വിൽക്കപ്പെടുന്ന ചില ഉൽപ്പന്നങ്ങളിൽ പലപ്പോഴും ടോക്സിക് കണ്ടന്റുകളും അടങ്ങിയിട്ടുണ്ടാകാം. ഇത്തരത്തിൽ സ്പെയിനിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്പെയിനിൽ കഴിഞ്ഞ വർഷം മുതൽ വൂൾഫ് സിൻഡ്രോമുമായി ജനിച്ച കുട്ടികളിൽ നടത്തിയ പഠനമനുസരിച്ച് അവരുടെ മാതാപിതാക്കൾ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി കഴിച്ച മരുന്ന് കാരണമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മുഖവും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും അമിത രോമവളർച്ചയിൽ കാണപ്പെടുന്ന ഒരു ശാരീരിക അവസ്ഥയാണിത്. ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയുന്ന ഈ വിചിത്ര അവസ്ഥ സ്പെയിനിലെ നവര ഫാർമാക്കോ വിജിലൻസ് സെന്ററിലെ 11 ശിശുക്കളിലാണ് കണ്ടെത്തിയത്. എൽ ഇക്കണോമിസ്റ്റയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പറയുന്നത് പ്രകാരം ഇവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും മുടികൊഴിച്ചിൽ തടയുന്നതിനുള്ള പേര് കേട്ട ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചിരിക്കാമെന്നാണ്. പഠനം നടത്തിയവർ മനസ്സിലാക്കിയത് പ്രകാരം ഈ ഉൽപ്പന്നങ്ങളിൽ മീനോക്സിഡിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗർഭാവസ്ഥയിലിരിക്കെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായത്. ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളിൽ അടക്കം ലഭ്യമായ റോഗെയിൻ, ഹിംസ്, കീപ്സ്, ഇക്വേറ്റ് തുടങ്ങിയവയിലും അടങ്ങിയിട്ടുള്ള ചേരുവകളിൽ ഒന്ന് തന്നെയാണ് ഈ മീനോക്സിഡ്.